രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, ബിജെപിയാണ്. സംസ്ഥാനത്ത് രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം അലയടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ NDA ഭരണത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് അവസാന ഘട്ടമാവുമ്പോഴേക്കും ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 7 സീറ്റിലാണ് വിജയിച്ചതെങ്കിലും തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് 22 ഡിവിഷനുകളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു. മൂന്നാം സ്ഥാനം ചെറിയ വോട്ടിന് 6 സീറ്റുകളിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചെറിയ വോട്ടിന് മാത്രമാണ് മൂന്നാം സ്ഥാനത്തായത്. ഇത്തവണ BJPയുടെ മുന്നേറ്റം, NDAയുടെ മുന്നേറ്റം അത് മനസ്സിലാക്കി UDFും LDFും വ്യാപകമായ തോതിലുള്ള വർഗീയ പ്രചാരണം അഴിച്ചുവിടുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ, പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മറ്റു പല വിഷയങ്ങളും ചർച്ചാ വിഷയമായെങ്കിലും അവസാന ലാപ്പിലെത്തുമ്പോൾ LDFും UDFും അതിഭീകരമായിട്ടുള്ള വർഗീയ പ്രചാര വേലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോ ശ്രീമതി മിനി ടീച്ചർ മത്സരിക്കുന്ന കോവൂർ ഡിവിഷനിൽ വീടുകൾ കയറി പച്ചയായ വർഗീയത LDF പ്രചരിപ്പിക്കാൻ, അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച പുസ്തകം, ആ ചിഹ്നത്തിലാണ് മിനി ടീച്ചർ മത്സരിക്കുന്നത്. ഹിന്ദു മുസ്ലിം വീടുകളിൽ ബൈബിൾ ഉപയോഗിച്ച് BJP പ്രചരണം നടത്തുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം LDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. മറ്റു വാർഡുകളിലെല്ലാം BJPയെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവണം എന്ന് പരസ്യമായി വീട്ടിൽ അവർ പ്രചരണം നടത്തുകയാണ്. നമ്മളെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള പച്ചയായ വർഗീയത വീടുകളിൽ അവർ പ്രചരിപ്പിക്കുകയാണ്. ഡിസംബർ 5-ാം തീയതി മുതൽ അവരെല്ലാ വീടുകളിലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചിത്രം, തകർക്കപ്പെട്ട തർക്കമന്ദിരത്തിന്റെ ചിത്രമൊക്കെ ആയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു റിലവൻസും ഇല്ലാത്ത വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പച്ചയായ വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് LDFും UDFും നടത്തുന്നത്. BJPക്ക് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. ചെറുവണ്ണൂർ വെസ്റ്റിൽ ഇന്ന് നാം മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് അവിടെ ഇലക്ഷൻ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഖയ്യൂം. ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ UDFന് വേണ്ടി നേരിട്ടുള്ള പ്രചാരണത്തിന് ജമാഅത്തെ ഇസ്ലാമി നേതാവ് നേതൃത്വം നൽകുകയാണ്. കോൺഗ്രസ് നേതാക്കളെ പിന്നിലാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന കാഴ്ചയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കാണാം. പോപ്പുലർ ഫ്രണ്ട് പലയിടത്തും LDFന്റെ കൂടെ പരസ്യമായി വീട് കയറുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിൽ പല ഡിവിഷനുകളിലും, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ പല സ്ഥലത്തും കാണിച്ചു തരാം, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFI പ്രവർത്തകർ LDFന് വേണ്ടി ഇവിടെ പ്രചാരണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് 11-ാം തീയതി കഴിയും. എന്നാൽ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ, രാജ്യം തന്നെ നിരോധിച്ച ഭീകരവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ളത്
അങ്ങേറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമേ ഇത്തരം പ്രചാരണ രീതികൾ ഉപയോഗിക്കുകയുള്ളൂ. 4 വോട്ടിന് വേണ്ടി ഏത് നിലപാടും സ്വീകരിക്കാമെന്നുള്ള നിലയിലേക്ക് LDFും UDFും അധപ്പതിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ കേന്ദ്ര ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ ഭരണകക്ഷിയായിട്ടുള്ള LDF ഈ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. അതിനെതിരായി യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരവേല നടത്തേണ്ടിയിരുന്ന UDF അവരും വർഗീയതയുടെ കാര്യത്തിൽ ഇവരോട് മത്സരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും കാണുന്നത്, കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രത്യേകിച്ചും. കാരണം NDAയുടെ മുന്നേറ്റം അവരെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഭീകരമായ തോതിൽ പച്ചയായ വർഗീയ പ്രചാരണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഞങ്ങൾ വികസന അജണ്ട മുന്നിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 12 വർഷവും മോദി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം, ജനക്ഷേമ പദ്ധതികൾ, ഞങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ വികസന രേഖ അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. NDAക്ക് ഉറച്ച ശുഭാപ്തി വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. തീർച്ചയായിട്ടും പരാതിയുടെ കോപ്പി ഇല്ലേ? പരാതിയുടെ കോപ്പി വേണമെങ്കിൽ തരാം. പ്രചരിപ്പിച്ച ഫോട്ടോസ് ഏത് വീട്ടിലുണ്ട്? രാത്രി കൊണ്ടുപോയി കൊടുക്കല്ലേ? ഈ മകുടം കാണിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്ര വർഷമായി തെരഞ്ഞെടുപ്പിലെല്ലാം ഇത് കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്? ജനങ്ങൾ ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് 2 മുന്നണികളും ചെയ്യുന്നത്. LDFന് വേണ്ടിയിട്ട് നേരെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാരല്ലേ SDP-യിലുള്ളത്. പോപ്പുലർ ഫ്രണ്ട് വേറെയും SDP വേറെയുമാണോ? എല്ലാ വാർഡിലും ഞാനിപ്പോൾ മൂന്നാലിങ്കല്, വെള്ളയില്, കാമ്പുറം, വെസ്റ്റിയില് എല്ലായിടത്തും ഞാൻ കണ്ടു ആൾക്കാർ SDP പ്രവർത്തകർ LDFിന്റെ കൂടെ പ്രചാരണം നടത്തുന്നു. ഒരുമിച്ചല്ലാണ്ട് പിന്നെ വേറെ പറയണോ? ഞാനിപ്പോ 4-5 വാർഡ് പറഞ്ഞില്ല, എന്റെ കൂടെ വരും. ഇപ്പൊ വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്ര നേതാക്കളുണ്ട്? എത്ര ആരുമില്ല? നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവിടെ SDP നേതാക്കളെ? അതാ പറഞ്ഞതെന്ന്. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ കൊച്ചിയിൽ VD സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരസ്യ സഖ്യമില്ല എന്നാണ്. എനിക്ക് കയവും നടത്തിയാലും അല്ല ഭാര്യ നടത്തിയാലും പരാതിയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യ സഖ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സഖ്യമില്ലെന്നാണ്. അല്ലാതെ ഖയ്യൂമിന് പ്രചരണം നടത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ നിന്ന് ഒരു ഡിവിഷനിൽ പ്രചരണം നയിക്കുകയാണ്. സതീശനോ ഇവിടെ ചാർജുള്ള ചെന്നിത്തലയോ അല്ലെങ്കിൽ DCC MP ആയിട്ടുള്ള രാഘവനൊന്നുമല്ല അവിടെ നയിക്കുന്നത്. അത് ചെറിയൊരു കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാക്കി എല്ലാ മുന്നണികൾക്കും അവരുടെ മുന്നണി പോരാളികളായിട്ടുള്ള നേതാക്കളാണ് പ്രചരണം നയിക്കുന്നത്. പക്ഷേ ചെറുവണ്ണൂർ വെസ്റ്റിൽ പ്രചാരണം നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. അത് സമ്മതിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതേന്ന് അല്ല, അവിടെ ഈ കോൺഗ്രസിന് സീറ്റുണ്ടോ അവിടെ? അല്ല, സ്ഥാനാർത്ഥി ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രഹസ്യമായ സഖ്യമാണോ പരസ്യമായ സഖ്യമാണോ? കോഴിക്കോട് പോലുള്ള ഒരു നഗരസഭയിൽ പരസ്യമായ സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി. അത് പറയുമ്പോൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? രഹസ്യമായ സഖ്യമാണെങ്കിൽ ആ നിലയിൽ പറയാമായിരുന്നു. അവിടെ കോൺഗ്രസിന് കാൻഡിഡേറ്റ് ഇല്ല. കയ്യും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നു. ചെന്നിത്തലയോ രാഘവനോ ഒന്നും അവിടെ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നില്ല, അവർ പുറകിലാണ്. അത് കോൺഗ്രസിന്റെ നയമാണെങ്കിൽ ആ നയം
കോൺഗ്രസ് സമ്മതിക്കണം. ലീഗുകാർ തന്നെ പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പരസ്യമായ സഖ്യങ്ങളൊന്നും ഇല്ല എന്നാണ്. പരസ്യമായ സഖ്യം ഇവിടെ ഉണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എനിക്കിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അവിടെ പ്രചരണം നടത്തി എന്നുള്ളത് ഒരു ചട്ടലംഘനമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നൈതികതയെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നവർ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ പോലുള്ള ആദരണീയരായിട്ടുള്ള നേതാക്കളുള്ള ഒരു മുന്നണി, അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് മതേതര സമൂഹം ചിന്തിക്കാൻ വേണ്ടിയേ ഞാൻ പറഞ്ഞല്ലോ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിനെതിരെ പറഞ്ഞില്ലേ? എന്ത് തിളക്കം, ഇവിടെ ഇരുട്ടിലാണ് കോർപ്പറേഷൻ.